ഞാൻ എപ്പോഴും പറയാറുണ്ട് ബാഡ് ഹയറിങ്ങും റോങ് ഹയറിങ്ങും ഇപ്പോൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ്. റോങ് ഹയറിംഗ് ആയാലും ബാഡ് ഹയറിംഗ് ആയാലും പ്രശ്നമാണ്. അറിയാമല്ലോ, റോങ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ബാഡ് ഹയറിംഗും ഉണ്ട്, റോങ് ഹയറിംഗും ഉണ്ട്. റോങ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്കിൽ സെറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾ റോങ് ആയിട്ട് ഹയർ ചെയ്തു. ഒരു എക്സാമ്പിൾ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ സെയിൽസിലേക്കല്ല ഒരാളെ വേണ്ടത്, മനസ്സിലല്ലേ? ഞാൻ എപ്പോഴോ സെയിൽസ് ചെയ്ത ഒരാളെ, സെയിൽസ് സ്കില്ലാത്ത, സെയിൽസ് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എന്ത് ചെയ്തു? കുഴപ്പമില്ല, ഈ ചെറിയ എസ്പെഷ്യലി ഈ സ്മോൾ ആൻഡ് മീഡിയം ഓർഗനൈസേഷൻ സംഭവിക്കുന്ന നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒന്ന് പഠിച്ചിട്ട് നിൽക്കുകയാണ്, ഒന്ന് സെയിൽസിലേക്ക് ഒന്ന് എടുത്തിട്ടേക്ക്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് സെയിൽസ് ആണ് ഈസിയസ്റ്റ് ജോബ് എന്നാണ്. ഒരു ഓർഗനൈസേഷനിലെ സെയിൽസ് ടീമിനെയാണ് ഏറ്റവും സ്ക്രൂട്ടനൈസ് ചെയ്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ദേ ആർ ദ ഫേസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, മനസ്സിലായി? ബാക്കിൽ നമുക്ക് എന്തും കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫേസ് തന്നെ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ സെയിൽസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് ഉണ്ട്, ദ ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഈസ് സെയിൽസ്, ദ ഈസിയസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ഈസ് ആൾസോ സെയിൽസ്. യെസ്, കാര്യം സ്കില്ല് ഭയങ്കര ഫാക്ടറാണ്. സ്കിൽ ഈ 31-ാം തീയതി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്ന സെയിൽസുകാരുണ്ട്. 30-ാം തീയതി 31-ാം തീയതി വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സെയിൽസുകാരുണ്ട്. അപ്പൊ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോച്ച് സെയിൽസ് സ്കില്ലുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അയാൾക്ക് അതൊരു ആഘോഷമാണ്, മനസ്സിലായി? ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, എൻജോയ്. ടാർഗറ്റിനെ പേടിക്കുന്ന സെയിൽസുകാരുണ്ട്, ടാർഗറ്റിനെ പിന്നെ എൻജോയ് ചെയ്യുന്നിട്ട് സെയിൽസുകാരുണ്ട്, മനസ്സിലായി? പിന്നെ എപ്പോഴും ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കമ്പനികൾ അച്ചീവ്മെന്റിന്റെ ഏറ്റവും മേളിൽ കൊണ്ട് വെക്കും, കേൾക്കുമ്പോഴേ ഇവർ പിടിവിടും. അവിടെയൊക്കെയാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പോൾ ടാർഗറ്റ് സെറ്റിംഗിൽ പോലും അപ്ലൈഡ് സൈക്കോളജി യൂസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം അതാണ്.